ബാബു ചെമ്പകശ്ശേരി, ഇരിഞ്ഞാലക്കുട രൂപതയിലെ താണിശ്ശേരി ഡോളേഴ്സ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ഞാൻ, എൻ്റെ 3 സഹോദരികൾ. അതിൽ മൂത്ത സഹോദരിയാണിത്. 2 സഹോദരികളെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചു, ഭാര്യ 3 മക്കളുമായി ജീവിക്കുന്നു. മൂത്ത മകൻ കല്യാണം കഴിച്ചു, 3 വയസ്സായ ഒരു കൊച്ചുമകനുമുണ്ട്. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2019 33 വർഷമായിട്ട് ഞാൻ ഖത്തറിൽ കഴിയുകയായിരുന്നു. 2019 ജനുവരി 23 മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഖത്തറിൽ പോവുകയും അവിടെ നടത്തിപ്പോയിരുന്നൊരു ബിസിനസ് തർക്കത്തെ ചൊല്ലി തെറ്റായ ഇടപെടലുകളുടെ പേരിൽ സ്പോൺസർ കമ്പനി അടയ്ക്കുകയും എൻ്റെ പേരിൽ 6 മില്യൺ, അതായത് 13 കോടി രൂപയുടെ ഒരു കേസ്, മൊത്തം 8 കേസാണ് എൻ്റെ പേരിൽ കൊടുത്തിരുന്നത്. അതിൽ ഞാൻ അറിഞ്ഞുകൊണ്ടുണ്ടായൊരു കേസ്, മാസ്ക് വയ്ക്കാത്ത കേസ് മാത്രമായിരുന്നു. അതിന് ഞാൻ 300 റിയാൽ പിഴടച്ച് അത് ഒഴിവാക്കുകയും ചെയ്തു. ബാക്കി 7 കേസ് ഞാൻ അറിയപ്പെടാതെ എൻ്റെ പേരിൽ കൊടുത്ത കേസായിരുന്നു. അതിൽ നിന്നും കേസ് വിധി വന്നത് നിരുപാധികമായി, അതിലെൻ്റെ മകനും ഉൾപ്പെട്ടിരുന്നു. ഞാൻ ചുരുക്കി പറയാണ്, നിരുപാധികമായി എന്നെ ആ കേസിൽ നിന്ന് എൻ്റെ മകനെയും കോടതി വിട്ടയച്ചു. ഇതിന് കാരണമായത് 2020 ഓഗസ്റ്റ് 20 കേസ് ഉൾപ്പെടുകയും 2021 ജൂലൈ 23 ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ ഞാൻ എത്തിയിരുന്ന രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഒരു ദർശനം. അതായത് എൻ്റെ മുകളിൽ ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് വെള്ള ഷോളും ചുവപ്പ് നിറത്തിലുള്ള ഷോളും വെള്ള ഉടുപ്പുമിട്ട് കർത്താവ് ഇങ്ങനെ 3 വട്ടം കറങ്ങാണ്. അത് ഞെട്ടി ഉണർന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഭാര്യയോട്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് കിടന്നുറങ്ങിക്കൂടെ മനുഷ്യ, നേരം ഇത്രയായില്ലേ. ഞാൻ അങ്ങനെ തന്നെ സുവിശേഷമെടുത്ത് ഞാൻ ദിവസം കൊച്ചുനാളിലെ മുതൽ ഇതെല്ലാ കുർബാനയിൽ പങ്കൊള്ളുകയും കുർബാന സ്വീകരിക്കുകയും 2 ആഴ്ചകളും 3 ആഴ്ചകളും മാസങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന വ്യക്തിയുമാണ്. അന്ന് സുവിശേഷമെടുത്ത് എനിക്കൊരു വചനം കിട്ടി. ആ വചനം ഇപ്രകാരമായിരുന്നു: യെശയ്യാ 54 അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. ആരെങ്കിലും നിന്നെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കില്ല. നിന്നെ വിഷമിപ്പിക്കുന്നവർ നീയാലെ നശിച്ചു പോകും. തീക്കനലിലൂടെ ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കുവാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ അവർ നീ മൂലം നശിച്ചു പോകും. നിനക്കെതിരെ വിധി പറയുന്ന എല്ലാ നാവുകളെയും ഞാൻ ഖണ്ഡിക്കും എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കേസിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 ഹിയറിംഗ് കഴിഞ്ഞു, 8 കഴിഞ്ഞു. 9ാമത്തെ ഹിയറിങ്ങിൻ്റെ 2 ആഴ്ച മുമ്പാണ് ഞാൻ ഈ സ്വപ്നം കാണുകയും അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ഹിയറിങ്ങിന് പോവുകയും ചെയ്യണേ. അന്ന് ആദ്യമായിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത എൻ്റെ ഓണർ സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ ഹിയറിംഗ് കഴിഞ്ഞിട്ട് നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ശരി ഓക്കെ പറഞ്ഞു. എൻ്റെ മകനുണ്ട് കൂടെ. അതിനുശേഷം ഞാനൊന്ന് ബാത്റൂമിൽ പോയപ്പോൾ മകനോട് പറഞ്ഞു, നമുക്ക് കേസ് ഒത്തുതീർപ്പാക്കി ബിസിനസ് തുടർന്ന് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ വെച്ച് മകനത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് എന്നെ യാതൊന്നും ഉണ്ടായില്ല. അറബി അങ്ങനെ തന്നെ പിരിഞ്ഞു പോയി. 11ാമത്തെ ഹിയറിംഗ് വരെ ഈ കേസ് പോയി. 11ാമത്തെ ഹിയറിംഗിൽ ഞാൻ എക്സ്പെർട്ടിനെ വെച്ചു, അന്വേഷിച്ചോളാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. എക്സ്പെർട്ടിനെ